ആദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ചാക്ക ബോബൻ്റെ ഉന്മാദം എന്ന സിനിമ 31-ാം തീയതി റിലീസാവുകയാണ്. എല്ലാവരും കാണുക, ആസ്വദിക്കുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് സത്യം പറഞ്ഞ ഒരു പടത്തിൻ്റെ ലോഞ്ചിന് വരുന്നത്. അതിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനെ പോലെ എൻ്റെ സ്വന്തം ചാക്കോച്ചൻ, ഞാൻ ഓഫീസർ ഡ്യൂട്ടിക്ക് ശേഷം ചാക്കോച്ചനോടെ ചെയ്യുന്ന അടുത്ത കൂടാണ് ഉന്മാദം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു ചാക്കോച്ച. പിന്നെ ഞങ്ങളുടെ മക്കളായിട്ട് അഭിനയിച്ച 2 അസുരവിത്തുകളെന്ന് പറയുന്നില്ല, നല്ല അടിപൊളി ടീമാണ്. ഇതിൽ ഇവൻ്റെ കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇവൻ ഭയങ്കര വേന്ദ്രനാണ്. ഇവൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിലെ ഡയലോഗുകൾ മൊത്തം ഇവൾക്ക് ഇവനാണെങ്കിൽ ഫുൾ ടൈം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഈ വാതുറക്കാനായിട്ട് ഡയലോഗിന് വേണ്ടി വാതുറക്കാൻ സമ്മതിക്കത്തില്ല, ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതാണെങ്കിൽ ഭക്ഷണം കഴിക്കും, ഡയലോഗും പറയും. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇവനുണ്ടായിരുന്നു. ഈഗോ. ഞാൻ പറഞ്ഞ മക്കളെ, ഇതാണ് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പാണെങ്കിലും ഇത് തന്നെയാണ് പരിപാടി. നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് മോൾക്ക് പറയാനുള്ളത്? എനിക്ക് ഈ ലിജ ചേച്ചിയും ചാക്കോച്ചനകളും ശരിക്കും അമ്മയും അച്ഛനെയും പോലെ തന്നെയാണ് എനിക്ക് ഇതായിട്ടുള്ളത്. പിന്നെ ചാക്കോച്ചനങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് മാജിക്കും പിന്നെ ഡാൻസ് ഒക്കെ ഇങ്ങനെ കളിച്ച് കളിക്കും. എനിക്ക് അത്രേ ഉള്ളൂ പറയാം. നല്ല സെറ്റായിരുന്നു. എൻ്റെ മോൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോട്. ചാക്കോച്ചൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് ചോദിച്ചപ്പോൾ ഇനി നിന്റെ ചാൻസ് ആണ് ഇതിന്റെ മേളിന്റെ ഡയലോഗ് പറയാനുള്ളത്. എനിക്ക് ആകെ പറയാനുള്ളത്, വളർന്നു വന്ന കലാകാരന്മാരോടൊപ്പം ഞങ്ങൾ ഈ വളർന്നു വരാൻ പോകുന്ന കലാകാരന്മാരെയും കൂടി സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ എല്ലാവരും സിനിമ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതിൽ കുറച്ചൊന്നും അല്ലാതെ കാര്യമായിട്ട് പറയുന്നതല്ലാതെ നമ്മൾ ഈ സിനിമയുടെ ഒരു സക്സസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെവരെയും ഈ സിനിമ കണ്ട് ഇത് വിജയിപ്പിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ നാളെ ഫൈനലാണ്. അർജന്റീനയുടെ വിജയവും നമ്മൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതും കൂടെ താങ്ക് യു സർ. ഹൗ എക്സൈറ്റഡ് ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതൊരു അഭിനേതാവിനും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ടീമിനോടൊപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനും ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും ചാൻസ് വെക്കിലുമൊക്കെ പതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഷായിക്കയുടെ ഒരു റൈറ്റിങ്ങിൽ നമുക്ക് അഭിനയിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് എല്ലാ ഒരു ആക്ടേഴ്സിൻ്റെയും ഒരു ഡ്രീമാണ്. ഹായ്, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രോമിസിങ് സക്സസ്ഫുൾ ടീമിൻ്റെ ഒപ്പം ഭാഗമാവാൻ പറ്റിയതിൽ താങ്ക് യു കിരൺ ചേട്ടാ, ചാക്കോച്ചൻ, ലിജോ, എവറിബഡി. അപ്പോൾ എല്ലാവരും ജൂലൈ 31 ഉറപ്പായിട്ടും സിനിമ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ആബ്സല്യൂട്ട്ലി താങ്ക് യു സോ മച്ച്. വീണ്ടും കാര്യമാണ് എല്ലാവരും പറയുന്നത്. കിരൺ ചേട്ടാ. യെസ്, നമസ്കാരം. ഞാൻ കിരൺ. എനിക്കിവിടെ നിൽക്കുമ്പം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ്ഫോൾ ആകാനുള്ളൊരു തിടുക്കം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ. അപ്പോൾ ഇനി ആസ്കിങ് ടു ദ മീഡിയ ടീം എനി ക്വസ്റ്റ്യൻസ് ടുവേർഡ്സ് അവർ ടീം. ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എനി ക്വസ്റ്റ്യൻ, നമ്മൾ 1-2 ചോദ്യങ്ങൾ എടുക്കുന്നതായിരിക്കും മീഡിയ ടീമിനോട്. യെസ്, ഇല്ല, ഐ തിങ്ക് വി ആർ ഗുഡ് അല്ലേ. യെസ്, ചാക്കോച്ചൻ പാട്ട് പാടണം. സ്പ്ലിറ്റ് ചെയ്തോ, ആദ്യം തന്നെ നിനക്കിട്ടുള്ള പണിയാണ്. കമോൺ.